വെൽക്കം സായിറാം. ഞാൻ വ്യാഴാഴ്ചത്തെ പൂജകളൊക്കെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കൂടെ കാണിക്കാൻ പോകുന്നത്. ഇത് ഞങ്ങൾ ഈവനിങ് ആരതി കഴിഞ്ഞിട്ട് അതേ ഡ്രസ്സോട് കൂടിയാണ് രാവിലെ സായിബാബയ്ക്ക് ഡ്രസ്സ് ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ വെള്ളമുണ്ടായിരിക്കും ഉടുത്തു കൊടുക്കുന്നത്. ചിലപ്പോൾ ആകാശമുള്ള മുണ്ട് ഞങ്ങൾ തോളോടുകൂടി ചേർത്ത് അങ്ങനെ ഇട്ടിരിക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ അത് ഉടുത്തു കൊടുക്കുകയായിരിക്കും ടൈം പോലെ. അങ്ങനെ രാവിലെ 5:30-ക്കാണ് ആരതി തുടങ്ങുന്നത്. 5 മണിക്കൊക്കെ 5 മണിക്ക് മുമ്പായി ഞങ്ങൾ കുളിച്ച് സായിബാബയ്ക്ക് 5 മണിക്ക് വിളക്കൊക്കെ നമ്മൾ പത്തി കൽപ്പൂരമൊക്കെ കൊളുത്തി വെച്ച് വിളക്കൊക്കെ തെളിയിച്ച് അപ്പോഴേക്ക് റെഡിയായിരിക്കും. അങ്ങനെ 5:30 ആയി കഴിഞ്ഞാൽ ആരതി കഴിഞ്ഞ ശേഷം പിന്നെ ഭഗവാന് അഭിഷേകമാണ്. നമ്മൾക്ക് ജലപുഷ്പം, പിന്നെ നല്ല വെള്ളം, പിന്നെ നമ്മൾക്ക് എന്താണോ ഇഷ്ടം അതാണ് അഭിഷേകം ചെയ്യുന്നത്. പാല്, ഇളനീര്, തൈര്, നെയ്യ്, ശർക്കര, ഭസ്മം, ഇതെല്ലാമാണ് അഭിഷേകം ചെയ്യുന്നത്. നമ്മൾക്ക് എന്താണോ വീട്ടിലുള്ളത് അത് അഭിഷേകം ചെയ്യാം. അങ്ങനെ ഞാനിപ്പോൾ എല്ലാം ഒന്നും കാണിക്കുന്നില്ല. ഒരുപാട് കാണിക്കുകയാണെങ്കിൽ ലോങ് വീഡിയോ ആയി പോവും. അങ്ങനെ അഭിഷേകം കഴിഞ്ഞ ശേഷം ചന്ദനം കുങ്കുമം വച്ചിട്ട് ദീപാരാധനയാണ് കാണിക്കുന്നത്. നോക്കൂ, ദീപാരാധനയാണ്. ദീപാരാധന കാണിച്ച ശേഷം വീണ്ടും ബാബയെ കുളിപ്പിക്കണം. ഫസ്റ്റ് നമ്മൾ വെള്ളം അഭിഷേകത്തിന് ഒഴിച്ചാലും വീണ്ടും ഭഗവാനെ നല്ല വെള്ളം കൊണ്ട് കുളിപ്പിക്കണം. ചിലപ്പോൾ നമ്മൾ അവരെ ഇത് ദീപാരാധന കാട്ടുകയാണ്. അഭിഷേകം കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭഗവാനെ കുളിപ്പിക്കുന്നത്. ദീപാരാധന കാട്ടിയ ശേഷം നമ്മൾ കുളിപ്പിക്കാം. നല്ല വെള്ളത്തിൽ നമ്മൾ കുളിപ്പിക്കുക. അതന്നെ നമ്മൾക്ക് എന്തൊക്കെയാണോ പറ്റുന്നത് അത് നമ്മൾ ചെയ്യാം. നോക്കൂ, പിന്നെ നല്ല വെള്ളത്തിൽ ചിലപ്പോഴൊക്കെ ഞങ്ങൾ ലൈറ്റ് ചുടുവെള്ളത്തിലായിരിക്കും ഭഗവാനെ കുളിപ്പിക്കുന്നത്. ഭഗവാൻ സിദ്ധിയിലൊക്കെ ഇപ്പോഴും ഒരു വീട്ടിൽ നിന്ന് ചുടുവെള്ളം വച്ചു കൊണ്ടു പോയ ശേഷമാണ് അവിടെ ബാബയെ കുളിപ്പിക്കുന്നത്. അവര് ജീവനോടെ ഉണ്ടാകുമ്പോൾ അവരുടെ വീട്ടിൽ നിന്നാണത്രേ കൊണ്ടുപോയത് ചുടുവെള്ളം. അവിടുന്ന് തന്നെയാണ് ഇപ്പോഴും ചുടുവെള്ളം കൊണ്ടുപോയി ബാബയെ കുളിപ്പിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ അഭിഷേകം കഴിഞ്ഞു. നല്ല വെള്ളത്തിലൊക്കെ കുളിപ്പിച്ച ശേഷം സായിബാബയെ തൊഴുത് ഇനി താഴെയെല്ലാം നമുക്ക് തുടയ്ക്കാം. തുടച്ച ശേഷം നോക്കൂ, എല്ലാം നന്നായി ക്ലീനായിട്ട് തുടച്ച ശേഷം നമ്മൾ ആ തുണി മാറ്റിയിട്ട് പിന്നെ ഭഗവാന് വാങ്ങി വെച്ചിരിക്കുന്ന തുവർത്ത് കൊണ്ട് ഭഗവാനെ തുടയ്ക്കാം. കറക്റ്റായിരിക്കും. 5 മണിക്ക് തുടങ്ങിയാൽ 6:30 വരയ്ക്കും ഉണ്ടാകും ഭഗവാന്റെ പൂജകളൊക്കെ. 6:30 വരയ്ക്കും നമ്മൾക്ക് ഭഗവാനെ കാണാനും ഭഗവാന്റെ നാമം ജപിക്കാനും ഒക്കെ നല്ല മഹാഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഭഗവാന്റെ കൂടെ ഇരിക്കാനായിട്ട് 1 മണിക്കൂർ ഭഗവാന്റെ കൂടെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലൊക്കെ പ്രസാദം പോയി ഉണ്ടാക്കി കേസരിയോ പായസമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഭഗവാന് ഞങ്ങൾ പ്രസാദം പൂജിക്കും. അതാണ് രാവിലെ വരുന്ന ഭക്തർക്ക് കൊടുക്കുന്നത്. ഭഗവാനെ നമ്മൾക്ക് തുവർത്താം. എല്ലാം കുളിപ്പിച്ച ശേഷം ഭഗവാനെ തുവർത്തിയ ശേഷം അലങ്കാരമാണ് ചെയ്യുന്നത്. ഞാൻ ഇതെല്ലാം ചെയ്ത് വയ്ക്കുമ്പോഴേക്കും ഹസ്ബൻഡ് വീട്ടിലെ പൂജാ റൂമിലുള്ള സായിബാബ എന്ന് മാത്രമല്ല എല്ലാ ദൈവങ്ങളും ഉണ്ട്. വലിയ ഗണപതിയുടെ ഫോട്ടോയുണ്ട്. എല്ലാ ദൈവങ്ങളും ഉണ്ട് അവിടെ പൂജാ റൂമിൽ. എല്ലാം കഴിഞ്ഞ ശേഷം ഇതേപോലെയാണ് അവിടെയും പൂജാ റൂമൊക്കെ ക്ലീനാക്കി ഫോട്ടോയ്ക്കൊക്കെ പൂക്കളൊക്കെ വെച്ച ശേഷം അവിടെയും പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ഭഗവാനെ പൂജിക്കുന്നത്. അപ്പോഴേക്കും ഞാൻ എല്ലാം ഇവിടെ ഭഗവാനെ കുളിപ്പിച്ച് അലങ്കരിച്ച് എല്ലാം റെഡിയാക്കി വെക്കും. അതിനുശേഷം അവർ വന്ന് ദീപാരാധനയൊക്കെ കാണിച്ച് പൂജ കഴിക്കുകയായിരിക്കും. അങ്ങനെയാണ് ഈ ഡെയിലി
നടന്നുകൊണ്ടിരിക്കുന്നത്. ചന്ദനം കുങ്കുമം വയ്ക്കാം. ചന്ദനം കുങ്കുമം വെച്ച ശേഷമാണ് ഡ്രസ്സ് ചെയ്യുന്നത്. ഓം സായിറാം. പിന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ ഡെയിലി ചെയ്യുന്നത് ചന്ദനം കുങ്കുമം വച്ചിരിക്കും. വ്യാഴാഴ്ചകളിൽ ചിലപ്പോഴൊക്കെ കുറച്ച് നെറ്റിയിൽ പൊട്ട് വെക്കാനും കമ്മലിടാനും ഇതൊക്കെ ചെയ്തു കൊടുക്കും. ഇത്തിരി ജാസ്തി അലങ്കാരമായിരിക്കും ഭഗവാന്. അത് കാണാനൊരു രസം. അങ്ങനെ ചന്ദനം കുങ്കുമമൊക്കെ വച്ചു. ഇത് ഇപ്പോഴൊക്കെ അഷ്ടോത്രമൊക്കെ അവിടെ സ്പീക്കറിൽ പാടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അത് ഒന്നും കേൾപ്പിക്കാൻ പറ്റില്ല. അത് കേൾപ്പിക്കുകയാണെങ്കിൽ കോപ്പിയായി പോകും. പകർപ്പ് അവകാശം പറഞ്ഞിട്ട് പിന്നെ അത് വലിയ കുഴപ്പമായി മാറും. അതുകൊണ്ടാണ് ഞാനതൊന്നും വലുതായിട്ട് കേൾപ്പിക്കാൻ പറ്റാത്തത്. അതേപോലെയാണ് ആരതി എടുക്കുമ്പോഴും പാട്ട് സ്പീക്കറിൽ പാടും, ഞങ്ങളും കൂടെ പാടുന്നതായിരിക്കും. അങ്ങനെയാണ്. ഓം സായിറാം. അലങ്കാരങ്ങളൊക്കെ കഴിച്ചു. സുമാറ് അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് പൂവ് അലങ്കാരം താഴെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്ര തന്നെ ചെറുതായിട്ട് തന്നെയൊക്കെ ചെയ്യുന്നത്. നമ്മൾക്ക് അറിയുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന പോലെ ഒക്കെ ചെയ്യാണ്. ഒക്കെ റെഡിയാക്കി പ്രസാദമൊക്കെ വച്ച് ഒക്കെ റെഡിയാക്കുമ്പോഴേക്കും അവർ പൂജാ റൂമിലുള്ള പൂജകളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വരികയായിരിക്കും. ഓം സായിറാം. പിന്നെ ചിലപ്പോഴൊക്കെ വ്യാഴാഴ്ച രാവിലെ ചില ഭക്തന്മാരൊക്കെ വരും. വന്ന ശേഷം അവരും പൂക്കളൊക്കെ വെച്ച് വിളക്ക് തെളിയിച്ച് അവർക്ക് അറിയാവുന്ന പോലെ പൂജ കഴിച്ചിട്ടൊക്കെ പോവുകയായിരിക്കും. കർപ്പൂര ആരാധന കാണിക്കുകയും ഇതൊക്കെ അവരെ തന്നെയാണ് ചെയ്യുന്നത്. അവിടുത്തെ പൂജകളൊക്കെ കഴിഞ്ഞു വന്നിരിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും കുറച്ച് അവിടെ ചെയ്യാനുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ എന്തെങ്കിലും പൂ വയ്ക്കാനും വിളക്ക് തെളിയിക്കാനും കാർത്തിക ദീപമൊക്കെ ഞങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചുറ്റിലൊക്കെ വെച്ച് ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓരോ ദിവസവും ഓരോ പോലെ ഓരോ ടൈമൊക്കെ കിട്ടുന്നത് പോലെയൊക്കെ ചെയ്യുകയായിരിക്കും. അങ്ങനെ 6:30 ആയി കാണും. 5 മണി തൊട്ട് 6:30 വരയ്ക്കുമാണ് ചെയ്യുന്നത്. ഭഗവാന്റെ പൂജ കഴിയുമ്പോഴേക്കും 6:30 ആയി കാണും. 5 മണി തൊട്ട് 6:30 വരയ്ക്ക് ഞങ്ങൾക്ക് ഭഗവാന്റെ കൂടെ ഇരിക്കാനും ഭഗവാനെ സേവിക്കാനും ഇതൊക്കെ മഹാഭാഗ്യം കിട്ടിയതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഭഗവാനെ കിട്ടിയതിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതിൽ. അങ്ങനെ വലുതായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും കുറച്ച് ഞങ്ങൾക്ക് അറിയാവുന്ന പോലെയൊക്കെ ചെയ്യാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഓം സായിറാം. അങ്ങനെ രാവിലത്തെ അലങ്കാരം കഴിഞ്ഞു. പിന്നെ ചിലപ്പോഴൊക്കെ ഭക്തന്മാർ വരുന്നവർക്ക് രാവിലെ ഭഗവാൻ എന്താണോ പ്രസാദം വെച്ചിരിക്കുന്നത് ആ പ്രസാദം കൊടുത്ത് ഞങ്ങൾ പറഞ്ഞയക്കുകയായിരിക്കും. ഓം സായിറാം. ഇത്ര തന്നെ. നോക്കൂ, അമ്പലമോ ചുമരോ വാതലോ ഒന്നുമില്ല. ഒരു മരച്ചുവട്ടില് ഒരു ചെറിയ തിട്ടിലായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. അവിടെ തന്നെയാണ് ഇപ്പം 4 വർഷമായിട്ടും പൂജ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അറിയാവുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ ഭഗവാനെ ചെയ്യിക്കുന്നുണ്ട്, സേവിക്കുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടു 4 വർഷം ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി. പിന്നെ വിശേഷമായിട്ട് സമാധി ദിനം, ഗുരുപൗർണമി, രാമജയന്തി ഇതൊക്കെ ഞങ്ങൾ ചെയ്യുമായിരിക്കും. അപ്പോഴൊക്കെ നിറയെ പേര് വന്നു എല്ലാം സപ്പോർട്ടും ചെയ്യായിരുന്നു. സപ്പോർട്ടെന്ന് പറഞ്ഞാൽ അവർ വരികയും ഭഗവാന് വേണ്ട പൂജകൾക്ക് ഒക്കെ പങ്കുകൊള്ളുകയും എല്ലാം ചെയ്യുമായിരിക്കും. പാട്ട് പാടാനും താലം കൊടുക്കാനും ഇതെല്ലാം ഭക്തന്മാർ ചെയ്യുമായിരിക്കും. ഓം സായിറാം. പിന്നെ രാവിലത്തെ അലങ്കാര പൂജയാണ്. അലങ്കാര പൂജ എന്താ നോക്കൂ. വ്യാഴാഴ്ച ആയതുകൊണ്ട് അടുത്ത വീട്ടിലുള്ളവരൊക്കെ വന്ന് പൂവെച്ച് ഭഗവാനെ അവരെ തന്നെയാണ് പൂജിക്കുന്നത്. അവർ പൂജിച്ച ശേഷം അവർ പോകുകയായിരിക്കും. അവർ വരുന്ന പൂക്കളും ചന്ദനത്തിരിയൊക്കെ അവരെ തന്നെയാണ് ഒക്കെ ചെയ്ത് അവർക്ക് വേണ്ട അറിയുന്ന പോലെ
വേണ്ട പോലെ പൂജിച്ചിട്ട് അവരങ്ങ് പോവും. അത്ര തന്നെ. പിന്നെ ഇത്ര ആളെന്നൊന്നുമില്ല. എത്ര ആളാണോ വരുന്നവർക്ക്, വിശ്വസിച്ച് വരുന്നവർക്ക് ഞങ്ങൾ വ്യാഴാഴ്ച തോറും അന്നദാനം ചെയ്യുന്നുണ്ട്. അത്ര തന്നെ. അങ്ങനെ വലുതായിട്ടൊന്നും ഉണ്ടാകില്ലെങ്കിലും ചെറുതായിട്ട് ഉണ്ടാകും. ഓം സായിറാം. ഇങ്ങനെയെങ്കിലും എപ്പോഴും എത്തി വരട്ടെ, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇതൊന്നും വിചാരിച്ചതല്ല, പക്ഷെ വിചാരിക്കാത്ത കാര്യങ്ങളാണ്. സായിബാബ ഇങ്ങനെ വരുന്നും ഞങ്ങൾ പൂജിക്കുന്നും ഇങ്ങനെ ആരാധന ചെയ്യുന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് ആ മഹാഭാഗ്യം കിട്ടിയത് വളരെ വളരെ സന്തോഷമുണ്ട്. ഓം സായിറാം. എപ്പോഴും ഇങ്ങനെയെങ്കിലും എത്തി വരട്ടെ എന്നാണ് ഇപ്പോഴത്തെ പ്രാർത്ഥന. ഓം സായിറാം. നിങ്ങളും പ്രാർത്ഥിക്കണേ. ഓം സായി.